10ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠഭാഗങ്ങളിലേക്ക് സ്വാഗതം. നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസിനെ കുറിച്ചാണ്. ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ്, ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് 2 സെഷൻസാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ്, രണ്ടാമത് സേഫ്റ്റി ഫ്യൂസ്. അപ്പോൾ ആദ്യത്തത് ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ്. എന്താണ് ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ്? വൈദ്യുതോർജം ഉപയോഗിച്ച് താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ്, വൈദ്യുത താപന ഉപകരണം എന്ന് പറയുന്നത്. ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ഹീറ്റ് എനർജി ഇസ് കോൾഡ് ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഹീറ്റർ, ഇമേഴ്സൺ ഹീറ്റർ, ഇലക്ട്രിക് കെറ്റിൽ, ഇതൊക്കെ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ്. ഒന്നുകൂടെ, വൈദ്യുത താപന ഉപകരണം അല്ലെങ്കിൽ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് എന്നാണ് വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ. എക്സാമ്പിൾ പറഞ്ഞു, ഈ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസിൽ ഏത് എനർജിയായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഹീറ്റ് എനർജിയായിട്ട് മാറുക. എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഇലക്ട്രിക് അയൺ പരിഗണിക്കാം. ഇലക്ട്രിക് അയൺ, ഈ ഇലക്ട്രിക് അയണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഒരു കോയിലാണ്. ഹീറ്റിംഗ് കോയിൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക, ഹീറ്റിംഗ് കോയിൽ. ഈ ഹീറ്റിംഗ് കോയിലിലോട്ട് നമ്മൾ വൈദ്യുതി നൽകുന്നു. ഹീറ്റിംഗ് കോയിലിലോട്ട് വൈദ്യുതി, അപ്പോൾ വൈദ്യുതി ഹീറ്റിംഗ് കോയിൽ വഴി പ്രവഹിക്കുന്നു. ഈ ഹീറ്റിംഗ് കോയിലിൻ്റെ ചില പ്രത്യേകതകൾ കാരണം ഈ ഹീറ്റിംഗ് കോയിലെത്തുന്ന വൈദ്യുതോർജ്ജം താപോർജ്ജമായി കൺവേർട്ട് ചെയ്യപ്പെടും, മാറ്റപ്പെടും. ഈ താപോർജ്ജമാണ് ഈ ഉപകരണം ഉൽപ്പാദിപ്പിക്കുന്ന താപോർജ്ജമായി നമുക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് വർക്ക് ചെയ്യുന്നത്? വൈദ്യുത താപന ഉപകരണം എങ്ങനെ വർക്ക് ചെയ്യുന്നു? വൈദ്യുതോർജ്ജം അതിലെ ഹീറ്റിംഗ് കോയിലിലൂടെ പ്രവഹിക്കുമ്പോൾ ഹീറ്റിംഗ് കോയിലിൻ്റെ സവിശേഷതകൾ കാരണം അവിടെ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറ്റപ്പെടും. ഈ താപോർജ്ജമാണ് ഉപകരണം ഉൽപ്പാദിപ്പിക്കുന്ന താപോർജ്ജമായി നമുക്ക് ലഭ്യമാകുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റിംഗ് എലമെന്റ് എന്നൊരു വാക്കുണ്ട്. എന്താണ് ഈ ഹീറ്റിംഗ് കോയിൽ? പറഞ്ഞു, ഹീറ്റിംഗ് ഡിവൈസിൻ്റെ, ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറ്റപ്പെടുന്ന ഭാഗം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസിൽ വൈദ്യുത താപന ഉപകരണത്തിൽ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ഭാഗത്തെയാണ് നമ്മൾ ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നത്. ഈ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്, പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്രോം എന്ന ലോഹസങ്കരമാണ് അതിന് ഉപയോഗിക്കുക. നിക്രോം എന്നത് നിക്കൽ, ക്രോമിയം, അയൺ എന്നിവയുടെ ഒരു ലോഹസങ്കരമാണ്. ഇതിന് എന്തുകൊണ്ടാണ് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാനായിട്ട് നിക്രോം തന്നെ ഉപയോഗിക്കുന്നത്? അതിന് ചില പ്രത്യേക സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണ് നിക്രോമിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹീറ്റിംഗ് കോയിൽ? നമുക്ക് നോക്കാം. ഹീറ്റിംഗ് കോയിലിൽ വൻതോതിൽ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജത്തിൻ്റെ ഫലമായിട്ട് അതിൻ്റെ താപനില ഉയരും. പക്ഷെ ഉയർന്നാലും അത് ഉരുകിപ്പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ നിക്രോമിന് അല്ലെങ്കിൽ ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈ വസ്തുവിന് ഉണ്ടായിരിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഉള്ള ആദ്യത്തെ സവിശേഷത എന്ന് പറയുന്നത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കം എന്ന് പറയും. പെട്ടെന്നൊന്നും ഉരുകിപ്പോകില്ല. രണ്ടാമത്, താപം ഉൽപ്പാദിപ്പിക്കപ്പെടണം. ജൂൾ നിയമം അനുസരിച്ച് ഒരു വസ്തുവിൽ, ഒരു ചാലകത്തിൽ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജം അതിൻ്റെ പ്രതിരോധത്തെ, അതിൻ്റെ റെസിസ്റ്റിവിറ്റിയെ, പ്രതിരോധമല്ല റെസിസ്റ്റിവിറ്റി, പക്ഷേ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ്. അപ്പോൾ പ്രതിരോധം വളരെ കൂടുതലുണ്ടാവണം, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി കൂടുതലുണ്ടാവണമെങ്കിൽ മാത്രമേ കൂടുതൽ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കണം. ഉയർന്ന സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കണം. മൂന്നാമത്തത്, ഉയർന്ന താപനിലയിൽ നിലനിൽക്കുമ്പോൾ അത് ഉരുകിപ്പോകരുത്, അല്ലെങ്കിൽ ജ്വലിച്ചു പോകരുത്, അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ആകരുത്. അപ്പോൾ എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. അപ്പോൾ റെഡ് ഹോട്ട് കണ്ടീഷനിൽ
ഓക്സിഡൈസ് ചെയ്യപ്പെടാതെ നിലനിൽക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണമെന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭ്യമാകുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ ഭൂരിഭാഗത്തെയും താപമാക്കി തന്നെ കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി ടു കൺവേർട്ട് ഓൾമോസ്റ്റ് ഓൾ ദ ഇലക്ട്രിക്കൽ എനർജി ഗെറ്റിംഗ് ഇൻ ടു ഹീറ്റ് എനർജി. അപ്പോൾ ഈ 4 സവിശേഷതകൾ നിക്രോമിനുള്ളത് കൊണ്ടാണ് നമ്മൾ നിക്രോമിനെ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഹീറ്റിംഗ് എലമെൻറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഹീറ്റിംഗ് എലമെൻറ്റ് ഉണ്ടാക്കാനായിട്ട്, ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് എന്ന സെഷനിൽ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പോയിന്റുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ്? എ ഡിവൈസ് ഓർ an arrangement which can be used to convert electrical energy into heat energy. വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് അല്ലെങ്കിൽ വൈദ്യുത താപന ഉപകരണം. ഉദാഹരണം വൈദ്യുത ഹീറ്റർ, വൈദ്യുത കെറ്റിൽ, ഇമേഴ്സൺ ഹീറ്റർ തുടങ്ങിയവയൊക്കെയാണ്. ഇനി അവിടെ ഏത് ഊർജ്ജമായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു. എങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസ് വർക്ക് ചെയ്യുന്നത്? വർക്കിംഗ് ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസ്. വെൻ electric heating device is supplied with electrical energy, or when we supply electrical energy into electric heating device, a large amount of heat will be produced in the heating coil of the device due to its specific properties like electrical resistance or electrical resistivity. As a result, a large amount of heat will be produced, and this heat can be used for various purposes. വൈദ്യുത ഉപകരണത്തിലേക്ക്, വൈദ്യുത താപന ഉപകരണത്തിലേക്ക് വൈദ്യുതോർജ്ജം നൽകുന്നു. ആ വൈദ്യുതോർജ്ജം ഹീറ്റിംഗ് കോയിലിൽ വെച്ച് താപോർജ്ജമായിട്ട് മാറ്റപ്പെടും. ആ ഹീറ്റിംഗ് കോയിലിൻ്റെ പ്രത്യേകതകൾ കാരണം ഈ ഊർജ്ജം നമുക്ക് മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും താപോർജ്ജം ഉപയോഗപ്പെടുത്തി പ്രവർത്തിപ്പിക്കാവുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. ഇനി ഹീറ്റിംഗ് കോയിൽ എന്ന ആ പാർട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? നിക്രോം എന്ന ലോഹസങ്കരമാണ് അതിനുപയോഗിക്കുക. നിക്കൽ, ക്രോമിയം, അയൺ എന്നിവയുടെ ഒരു ലോഹസങ്കരമാണ്, അലോയാണ് നിക്രോം. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ റെസിസ്റ്റിവിറ്റി, എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് ഫോർ എ ലോങ് ടൈം. And the fourth one is ability to convert almost all the electrical energy into heat energy itself. So these are all about electric heating device. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഇഫക്റ്റിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ സേഫ്റ്റി ഫ്യൂസ് ആണ്. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് ആണ് രണ്ടാമത്തെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ് സുരക്ഷാ ഫ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ്? വൈദ്യുത സർക്യൂട്ടുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ വൈദ്യുത സർക്യൂട്ടുകൾ ചിലപ്പോഴൊക്കെ സർക്യൂട്ടുകൾ അല്ലെങ്കിൽ അതിലെ ഉപകരണങ്ങൾ കേടായിപ്പോകും. അമിതമായി വൈദ്യുതി പ്രവഹിക്കുന്നതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടുന്ന ഉപകരണങ്ങളല്ലാതെ പവർ കൂടിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും വൈദ്യുത ഉപകരണങ്ങൾ അല്ലെങ്കിൽ വൈദ്യുത സർക്യൂട്ടുകൾ കേടായി പോകാറുണ്ട്. അപ്പോൾ അവിടെ ഈ കേടാകൽ, അമിതമായ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലമായിട്ട് ഉപകരണങ്ങൾ കേടായി പോകാനുള്ള സാധ്യത ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് സേഫ്റ്റി ഫ്യൂസ്. അപ്പോൾ വൈദ്യുത സർക്യൂട്ടുകൾ അല്ലെങ്കിൽ വൈദ്യുത ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ടു എൻഷുർ ദ safety of an electrical circuit or devices in it. ഇനി ഈ സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഭാഗം, ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിലെ സേഫ്റ്റി ഫ്യൂസുകളിൽ സ്ഥിരമായി ഉറപ്പിക്കാൻ കഴിയുന്ന പോർസലൈൻ എന്ന മെറ്റീരിയൽ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ബ്ലോക്കാണ്. അപ്പോൾ എ പോർസലൈൻ ബ്ലോക്ക് വിച്ച് ക്യാൻ ബി ഫിക്സ്ഡ് പെർമനൻ്റ്ലി ഇൻ ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അപ്പോൾ ഒരു പോർസലൈൻ block which can be fixed permanently in the circuit. രണ്ടാമത്തത് ഫ്യൂസ് വയർ. ഫ്യൂസ് വയറാണ് സേഫ്റ്റി ഫ്യൂസിൻ്റെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം ഫ്യൂസ് വയർ കാരിയർ. ഫ്യൂസ് വയർ കാരിയർ. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ഒരു സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് വരുന്നത്. ഇനി ഈ സേഫ്റ്റി ഫ്യൂസ് വയറിൻ്റെ അല്ലെങ്കിൽ ഫ്യൂസ് വയറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഈ ഫ്യൂസ് വയറിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഒന്ന് ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ടാകും.
രണ്ടാമത്തത് ലോ മെൽറ്റിംഗ് പോയിന്റ്. ഉയർന്ന റെസിസ്റ്റിവിറ്റിയും താഴ്ന്ന ദ്രവണാങ്കവുമാണ് ഫ്യൂസ് വയറിൻ്റെ പ്രോപ്പർട്ടീസ്. ഈ ഫ്യൂസ് വയർ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിൻ, അതുപോലെ ലെഡ്, ഇവയുടെ മിക്സ്ചർ കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ രണ്ട് മെറ്റീരിയൽസിൻ്റെ അലോയാണ് ഫ്യൂസ് വയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഉപകരണങ്ങളുടെ സേഫ്റ്റി ഉറപ്പാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ ഒരു ഡിവൈസ്, ഈ ഡിവൈസ് സർക്യൂട്ടിലെ ഒരു ഭാഗമാണെന്നിരിക്കട്ടെ. ഈ ഡിവൈസിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കണം. സേഫ്റ്റി എല്ലാ തരത്തിലുള്ള സേഫ്റ്റി അല്ല, ഇതിലൂടെ അമിതമായ വൈദ്യുതി പ്രവഹിച്ച് അതിന് കേടുപാടുണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കണമെങ്കിൽ ആ സാധ്യത ഒഴിവാക്കാൻ നമ്മൾ ചെയ്യുന്നത് അനുയോജ്യമായ ആംബിയറേജ് ഉള്ള ഒരു സേഫ്റ്റി ഫ്യൂസ് ഈ ഉപകരണവുമായിട്ട് സീരീസിൽ കണക്ട് ചെയ്യും. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? സീരീസിൽ കണക്ട് ചെയ്യുന്നു. എങ്ങനെ സീരീസിൽ കണക്ട് ചെയ്യുന്നു? ഏത് സർക്യൂട്ടിനെ അല്ലെങ്കിൽ ഏത് ഡിവൈസിനെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആ ഡിവൈസ് അല്ലെങ്കിൽ ആ സർക്യൂട്ടിൽ സീരീസിൽ കണക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഡിവൈസിലോട്ട് പോകുന്ന കറണ്ടിനെ ഈ ഫ്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ, കട്ട് ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇനി എങ്ങനെയാണ് സേഫ്റ്റി ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിന് മുൻപ് സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ ഈ സേഫ്റ്റി ഫ്യൂസിൻ്റെ ആവശ്യം എന്തുകൊണ്ട് സർക്യൂട്ടുകളിൽ വരുന്നു? അമിതമായ വൈദ്യുത പ്രവാഹം ചില സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട രണ്ട് സിറ്റുവേഷൻസ്, ഒന്ന് ഓവർലോഡിങ്ങും രണ്ട് ഷോർട്ട് സർക്യൂട്ടിങ്ങോ. എന്താണ് ഓവർലോഡിങ്, എന്താണ് ഷോർട്ട് സർക്യൂട്ടിങ്, ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സേഫ്റ്റി ഫ്യൂസിൻ്റെ ഉപയോഗം, അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഓവർലോഡിങ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സർക്യൂട്ട് നമ്മൾ പരിഗണിക്കുന്നു. സർക്യൂട്ടിൽ സംഭവിക്കുന്നത് ഒരു ഊർജ സ്രോതസ്സിൽ നിന്ന്, ഒരു വൈദ്യുത ഊർജ സ്രോതസ്സിൽ നിന്നുള്ള വൈദ്യുതോർജം ഉപകരണങ്ങളിലേക്ക് നൽകുന്നു. ആ ഉപകരണം അതിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് വൈദ്യുതോർജത്തെ പ്രകാശമായിട്ടോ താപമായിട്ടോ മറ്റേതെങ്കിലും ഊർജമായിട്ടോ കൺവേർട്ട് ചെയ്യും. ഒരു സർക്യൂട്ടിൽ എത്ര വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എത്ര പവറാണ് സർക്യൂട്ടിന് താങ്ങാൻ കഴിയുക, ഒരു ലിമിറ്റുണ്ട്. ഈ ലിമിറ്റിലധികം ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ഓവർലോഡിങ്. ലോഡ് ഓവർ ആവുക. അപ്പോൾ ഓവർലോഡിങ് ഈസ് എ കണ്ടീഷൻ in which the total power of a circuit exceeds its permissible or maximum value. നമ്മൾ ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കാൻ അനുവദനീയമായതിലും കൂടുതൽ ഉപകരണങ്ങൾ, അനുവദനീയമായതിലും കൂടുതൽ പവറുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് ഓവർലോഡിങ് എന്ന് വിളിക്കുക. അഡോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്ലക്സ് പോയിന്റിൽ നിന്ന്, ഒരു പവർ പോയിന്റിൽ നിന്ന് 3-4 ഉപകരണങ്ങൾക്ക് വേണ്ട കറണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, എത്തിക്കാൻ സാധിക്കും. ഈ പ്രോസസ്സ് ചിലപ്പോൾ ഓവർലോഡിങ്ങിന് കാരണമാകാം. അതാണ് ഓവർലോഡിങ് എന്നത്. ഈ ഷോർട്ട് സർക്യൂട്ട് എന്താണെന്ന് നമുക്കൊരു സർക്യൂട്ട് എടുക്കാം. ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ഉണ്ട്. ഈ ഡിവൈസിലേക്ക് ഇലക്ട്രിക്കൽ സപ്ലൈ നൽകാനായിട്ട് എനർജി സോഴ്സ് ഉണ്ട്. കൺട്രോൾ ചെയ്യാനായിട്ടൊരു സ്വിച്ച്. ഈ സ്വിച്ച് ഓൺ ചെയ്താൽ സോഴ്സിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഈ കണക്റ്റിംഗ് വയേഴ്സ് വഴി ഡിവൈസിലെത്താൻ, ഡിവൈസ് വർക്ക് ചെയ്യും. ഡിവൈസ് എനർജി കൺവേർഷൻ, ഇലക്ട്രിക് എനർജി അത് കൺവേർട്ട് ചെയ്യും. ഹീറ്റായിട്ടോ ലൈറ്റായിട്ടോ കൺവേർട്ട് ചെയ്യും. അപ്പോൾ നോർമലി കറണ്ട് പ്രവഹിക്കുന്ന വഴി ഇതാണെന്ന് ഇരിക്കട്ടെ. പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. ഈ ഡിവൈസ് വഴി കറണ്ട് ഫ്ലോ ചെയ്ത് വരും. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കണക്റ്റിംഗ് വയർ കണക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുക? കറണ്ട് ഈ പോയിന്റിലെത്തും, ഈ ജംഗ്ഷനിലെത്തും. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യാൻ രണ്ട് വഴികളുണ്ട്. ഒന്ന്, ഈ ഡിവൈസിലൂടെ ഹൈ റെസിസ്റ്റൻസ് ഉള്ള, ഹൈ റെസിസ്റ്റൻസ് ഒരുപാട് റെസിസ്റ്റൻസ് അല്ല, ഈ വയറുമായി കമ്പയർ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൂടിയ ഒരു വഴി ഇവിടെയുണ്ട്. രണ്ടാമത്തെ വഴി ഇതാണ്. ഇവിടെ ലോഡില്ല, റെസിസ്റ്റൻസ് ഉള്ള എലമെൻറ്റുകൾ ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കറണ്ട് ഇവിടെ വരുമ്പോഴേക്കും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ ഭാഗം ഇതുവഴി ഫ്ലോ ചെയ്യും. അതിലിപ്പോൾ മുഴുവനും ആകാം,
ഇതിൻ്റെ റെസിസ്റ്റൻസ് വളരെ ഹൈ ആണെങ്കിൽ കറണ്ട് പൂർണ്ണമായിട്ട് ഇതുവഴി ഫ്ലോ ചെയ്യും. ഇവിടെ എന്താ സംഭവിച്ചത്? സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ടിംഗ്. ഒരു സർക്യൂട്ടിലെ പോസിറ്റീവ് നെഗറ്റീവ് വയേഴ്സ്, പോസിറ്റീവ് ടേമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വയർ, നെഗറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വയറുകൾ കോണ്ടാക്റ്റിൽ വരിക, അത് ഷോർട്ട് സർക്യൂട്ടിങ്ങിന് കാരണമാകും. പോസിറ്റീവിൽ നിന്ന് വരുന്ന വയർ, നെഗറ്റീവിൽ നിന്ന് വരുന്ന വയർ കോണ്ടാക്റ്റിൽ വരിക. അപ്പോൾ കറണ്ട് സ്വാഭാവികമായി ഡിവൈസിലോട്ട് പോകാതെ ഈ ലോ റെസിസ്റ്റൻസ് പാത്ത് വഴി ഫ്ലോ ചെയ്യും. അതല്ല എങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളാണ് ഫേസ് ഇൻ്ററാക്ഷൻ സംഭവിക്കുക. അപ്പം ഇങ്ങനെ സർക്യൂട്ടിലെ വയറുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരിക, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് വയേഴ്സ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരിക, ഇങ്ങനെ സർക്യൂട്ടിനകത്തൊരു ലോ റെസിസ്റ്റൻസ് പാത്ത്, പ്രതിരോധം കുറഞ്ഞ പാത സൃഷ്ടിക്കപ്പെട്ട് കറണ്ട് അതുവഴി ഒഴുകുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഓവർലോഡിംഗ് എന്നത് സർക്യൂട്ടിൽ അനുവദനീയമായതിലും കൂടുതൽ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നതിനെയാണ് ഓവർലോഡിംഗ് എന്ന് വിളിക്കുന്നത്. സർക്യൂട്ടിൽ പ്രതിരോധം കുറഞ്ഞ ഒരു പാത സൃഷ്ടിക്കപ്പെടുന്ന പ്രോസസ്സാണ് ഷോർട്ട് സർക്യൂട്ടിംഗ് എന്നുള്ളത്. ഈ രണ്ടിൻ്റെയും അന്തിമ ഫലം എന്താണ്? ഓവർലോഡിങ്ങിൻ്റെ ഫലമായിട്ട് ആ ഉപകരണങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായ വളരെ കൂടിയ കറണ്ട് സ്രോതസ്സിൽ നിന്ന് സർക്യൂട്ടിലൂടെ പ്രവഹിപ്പിക്കപ്പെടും. ഇവിടെയോ റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു പാത സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓം നിയമം അനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് കൂടും. അപ്പോൾ ഈ രണ്ടിൻ്റെയും ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ കറണ്ടാണ്. കറണ്ട് വർദ്ധിക്കും. ഈ വർദ്ധിച്ച കറണ്ട് സർക്യൂട്ടിൻ്റെ കേടുപാടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതെപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല. അഥവാ ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നേരത്തെ തന്നെ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കി വയ്ക്കുകയും ഇത് ഒഴിവാക്കാനുള്ള വഴിയായിട്ട് നമ്മുടെ മുമ്പിൽ, അതാണ് സേഫ്റ്റി ഫ്യൂസിൻ്റെ ആവശ്യകത. അപ്പോൾ ഈ സേഫ്റ്റി ഫ്യൂസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ രണ്ട് കാരണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാരണങ്ങൾ കാരണം കറണ്ടിൻ്റെ അളവ് കൂടി സർക്യൂട്ടിന് കേടുപാട് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് ഒഴിവാക്കാനാണ് സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുക. അപ്പോൾ എങ്ങനെ സേഫ്റ്റി ഫ്യൂസ് ഈ സാധ്യതകൾ ഒഴിവാക്കുന്നു നമുക്ക് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞ സർക്യൂട്ട് തന്നെ പരിഗണിക്കുകയാണ്. ഒരു സോഴ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസ്, ഇലക്ട്രിക്കൽ എനർജിയുടെ സ്രോതസ്. ഈ സ്രോതസ്സിൽ നിന്നുള്ള ഉപകരണം വൈദ്യുതോർജ്ജം ഉപയോഗിക്കാനായിട്ടൊരു ഡിവൈസ് ഉണ്ട്, ഒരു സ്വിച്ച്. ഞാൻ ഇതാ ഇവിടെ ആയിട്ട് ഒരു ഫ്യൂസ് കണക്ട് ചെയ്യും. ഈ ഫ്യൂസ് എങ്ങനെയാണ് സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ സങ്കീർണമായൊരു സർക്യൂട്ട് വരച്ചിട്ട് ഫ്യൂസിൻ്റെ, സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രവർത്തനം വിശദീകരിക്കാൻ ഞാൻ മുതിരുന്നില്ല. ഒരു സിമ്പിൾ സർക്യൂട്ടാണ്. വൈദ്യുതോർജ്ജത്തിൻ്റെ സ്രോതസ്, വൈദ്യുതോപകരണം, ഫ്യൂസ്, സ്വിച്ച്. ഈ സ്വിച്ച് ഓൺ ചെയ്താൽ കറണ്ട് പോസിറ്റീവ് നെഗറ്റീവ് എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കറണ്ട് ഈ ദിശയിൽ ഫ്ലോ ചെയ്യും, ഡിവൈസ് വർക്ക് ചെയ്യും. എന്ന് പറഞ്ഞു. ഈ ഫ്യൂസ് വയർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏത് ഡിവൈസിനെയാണോ അല്ലെങ്കിൽ ഏത് സർക്യൂട്ടിനെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, സുരക്ഷ ഉറപ്പാക്കേണ്ടത്, ആ ഡിവൈസുമായിട്ട് അല്ലെങ്കിൽ സർക്യൂട്ടുമായിട്ട് സീരീസിൽ ഫ്യൂസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫ്യൂസ് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പർപ്പസ് സെർവ് ചെയ്യും. എന്നിട്ട് മനസ്സിലാക്കുക, ചില കേസുകളിൽ അതിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് മാറ്റി പറയേണ്ടി വരും. അപ്പോൾ തൽക്കാലം ഇവിടെ ഫ്യൂസ് കണക്ട് ചെയ്തിരിക്കാം. അപ്പോൾ കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞ ഫ്യൂസ് വയറിൻ്റെ ഒരു പ്രോപ്പർട്ടി, അതിന് ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്, അതുവഴി ഹൈ റെസിസ്റ്റൻസ് കാണുന്നു. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ ഹീറ്റ് യൂണിറ്റ് ടൈമിൽ അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ്, അതിൻ്റെ പവർ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഹീറ്റ് ഏതാണ്ട് അതേ സമയം കൊണ്ട് തന്നെ റേഡിയേറ്റ് ചെയ്ത് സറൗണ്ടിങ്ങിലോട്ട് കളയും. അപ്പോൾ ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഡിവൈസ് വർക്ക് ചെയ്യുന്നുണ്ട്. നോർമൽ കണ്ടീഷൻസിൽ ഈ ഫ്യൂസ് വയറിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കാരണം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ആ ഹീറ്റ് റേഡിയേറ്റ് ചെയ്ത് കളയും. യൂണിറ്റ് ടൈമിൽ എത്ര ഹീറ്റ് ഉണ്ടാകുന്നുവോ ഏതാണ്ട് അത്രയും ഹീറ്റ് തന്നെ അതേ സമയം കൊണ്ട് അത് റേഡിയേറ്റ് ചെയ്ത് കളയും. ഇനി ഈ സർക്യൂട്ടിൽ അമിതമായി കറണ്ട് വർദ്ധിക്കുന്നു എന്നിരിക്കട്ടെ, ഷോർട്ട് സർക്യൂട്ടിങ് കാരണം അല്ലെങ്കിൽ ഓവർലോഡിങ് കാരണം ഈ ഡിവൈസിന് പകരം പവർ കൂടിയ കുറേ ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നിരിക്കട്ടെ. അപ്പോൾ
ഈ സോഴ്സിൽ നിന്ന് അതിനാവശ്യമായ വൈദ്യുതോർജ്ജ ഡിവൈസ് വലിച്ചെടുക്കാൻ ശ്രമിക്കും. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ കറണ്ട് 1 ആംപിയർ ആയിരുന്നുവെങ്കിൽ ആ 1 ആംപിയർ എന്നുള്ളത് 4-5 ആംപിയർ ആയിട്ട് വർദ്ധിച്ചേക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇവിടെ ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ കറണ്ടിൻ്റെ അളവ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നുണ്ട്. ആ സമയത്ത് ഫ്യൂസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ വർക്കിംഗ് വഴി എങ്ങനെയാണ് ഈ ഫ്യൂസ് ഡിവൈസിൻ്റെ അല്ലെങ്കിൽ സർക്യൂട്ടിൻ്റെ സുരക്ഷ ഉറപ്പുവരുന്നത്. നമ്മൾ പറഞ്ഞു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന നോർമൽ കണ്ടീഷൻസിൽ ആ ഹീറ്റ് റേഡിയേറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടിങ്ങോ കാരണം കറണ്ടിൻ്റെ അളവ് കൂടിയാൽ എന്ത് സംഭവിക്കും? ഈ ഫ്യൂസ് വഴി ഒഴുകുന്ന കറണ്ടും വർദ്ധിക്കും. അങ്ങനെ ഫ്യൂസ് സർക്യൂട്ട് കണക്ട് ചെയ്യുകയുള്ളൂ. ഡിവൈസിലോട്ട് അല്ലെങ്കിൽ സർക്യൂട്ടിലോട്ട് എത്ര കറണ്ടാണോ ഒഴുകേണ്ടത് അത്രയും കറണ്ട് ഫ്യൂസ് വഴി ഒഴുകത്തക്ക വണ്ണമാണ് ഇവൻ്റെ പൊസിഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ക്രമീകരിക്കുന്നത്. അപ്പോൾ ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് കൂടുമ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് കാരണം, റെസിസ്റ്റിവിറ്റി കാരണം ഇതിൽ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, ധാരാളം താപം ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ ഫ്യൂസിന് യൂണിറ്റ് സമയം കൊണ്ട് എത്ര ഹീറ്റാണോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അത്രയും ഹീറ്റ് ഏതാണ്ട് അതേ സമയം കൊണ്ട് റേഡിയേറ്റ് ചെയ്ത് കളയാൻ കഴിയില്ല. അപ്പോൾ മിതമായ കറണ്ട് സർക്യൂട്ടിലുണ്ടായാൽ ആ കറണ്ട് ഫ്യൂസിലൂടെ ഒഴുകും. ആ ഫ്യൂസ് വയറിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കാരണം, അതിൻ്റെ റെസിസ്റ്റിവിറ്റി കാരണം കൂടുതൽ താപോർജ്ജം ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ അതിനെ റേഡിയേറ്റ് ചെയ്ത് കളയാൻ കഴിയില്ല ഇത്രയും ഹീറ്റ് എനർജി. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഉയർന്ന താഴ്ന്ന ദ്രവണാങ്കം കാരണം അത് ഉരുകും. അപ്പോൾ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് പോകും. മെൽറ്റ് ചെയ്ത് പോയാൽ എന്താ സംഭവിക്കുക? ഈ സർക്യൂട്ടിൽ കറണ്ട് ഒഴുകാനുള്ള സാധ്യത ഇല്ലാതാവും. ഇവിടെ ഫ്യൂസ് വയർ ഉരുകിപ്പോയി കഴിഞ്ഞാൽ കറണ്ടിന് പിന്നെ ഒഴുകി ഡിവൈസിലോട്ട് ചെല്ലാൻ കഴിയില്ല. അപ്പോൾ സർക്യൂട്ട് ബ്രേക്ക് ആവും, കറണ്ടിൻ്റെ പ്രവാഹം നിലയ്ക്കും. അതുവഴി ഈ പറഞ്ഞ ഡിവൈസ് അല്ലെങ്കിൽ സർക്യൂട്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ഒരു സേഫ്റ്റി ഫ്യൂസ് വർക്ക് ചെയ്യുന്നത്? Safety fuse will be connected in the circuit so that the current which is to be passed through the circuit or device should pass through the device, the fuse also. സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ ഡിവൈസിലൂടെ ഫ്ലോ ചെയ്യേണ്ടുന്ന കറണ്ട് ഫ്യൂസിലൂടെയും ഒഴുകത്തക്ക വണ്ണമാണ് സർക്യൂട്ടിൽ ഈ ഫ്യൂസ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. When current increases in the circuit beyond the limits, പരിധിക്കപ്പുറം കറണ്ട് വർദ്ധിക്കുമ്പോൾ a large amount of heat will be produced in the fuse wire due to its higher resistance. As a result, this fuse wire will melt due to its low melting point. അപ്പോൾ അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടായാൽ ധാരാളം താപോർജ്ജം ഉയർന്ന പ്രതിരോധം കാരണം ഫ്യൂസ് വയറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ താഴ്ന്ന ദ്രവണാങ്കമുള്ള ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യും, ഉരുകും. As a result, the circuit will break. സർക്യൂട്ട് ബ്രേക്ക് ആവും, സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടും. സ്രോതസ്സിൽ നിന്ന് കറണ്ട് ഡിവൈസിലോട്ട് എത്താത്ത അവസ്ഥ സംജാതമാകും. ഹെൻസ് ദ സർക്യൂട്ട് ആസ് വെൽ ആസ് ദ ഡിവൈസ് വിൽ ഗെറ്റ് പ്രൊട്ടക്റ്റഡ്. അങ്ങനെ ഡിവൈസ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. ഇങ്ങനെയാണ് സേഫ്റ്റി ഫ്യൂസ്. അപ്പോൾ ഫ്യൂസ് ഉരുകി മാറിക്കഴിഞ്ഞാൽ കറണ്ട് പ്രവഹിക്കില്ല, ഉപകരണം കേടായി പോവുകയില്ല. വീണ്ടും ഈ കറണ്ട് പ്രവഹിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫ്യൂസ് വയർ പുനഃസ്ഥാപിക്കുക, പിന്നെ സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. ചിലപ്പോൾ അപ്പോഴും ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് പോയേക്കാം. എന്തുകൊണ്ടാണോ കറണ്ട് ഇൻക്രീസ് ചെയ്തത് ആ കാരണം നമ്മൾ കണ്ടെത്തി അത് ഒഴിവാക്കിയില്ല എങ്കിൽ വീണ്ടും ഫ്യൂസ് വയർ എന്ത് ചെയ്യും? ഉരുകും, ഇവിടെ ബ്രേക്ക്. അപ്പോൾ കാരണം എന്താണെന്ന് കണ്ടെത്തി ഇത് പരിഹരിച്ച ശേഷം നമ്മൾ ഈ ഫ്യൂസ് വയർ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ സർക്യൂട്ട് പഴയതുപോലെ വർക്ക് ചെയ്തുകൊള്ളു. അപ്പോൾ ഇങ്ങനെയാണ് സേഫ്റ്റി ഫ്യൂസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂസുകളുമായി ബന്ധപ്പെട്ട് ഇനിയൊരു ചെറിയൊരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഫ്യൂസ് വയർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ഒരു സർക്യൂട്ടിൽ നമ്മൾ ഫ്യൂസ് ഉപയോഗിക്കുമ്പോൾ അനുയോജ്യമായ ആംബിയറേജ് ഉള്ള ഫ്യൂസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഫ്യൂസ് വയറും സ്യൂട്ടബിൾ ആംബിയറേജ് ഷുഡ് ബി സെലക്റ്റഡ്. അടുത്ത്, ഫ്യൂസ് വയർ നമ്മൾ ഫ്യൂസ് വയർ കാരിയറിൽ ബന്ധിപ്പിക്കും. 2 പോയിന്റുകൾക്കിടയിൽ ബന്ധിപ്പിക്കും. ആ കാരിയർ പോയിന്റുകളിൽ ഫിക്സ് ചെയ്ത് വെക്കണം, ശരിയായിട്ട് ഉറപ്പിച്ചു വെക്കണം ഈ പറഞ്ഞ ഫ്യൂസ് വയറിൻ്റെ അഗ്രങ്ങൾ. അപ്പോൾ ദ എൻഡ്സ് ഓഫ് ഫ്യൂസ് വയർ ഷുഡ് ബി ക്ലിയർലി ഓർ ടൈറ്റ്ലി ഫിക്സ്ഡ് അറ്റ് ദ കാരിയർ ഓർ കാരിയർ ബേസ്. അടുത്ത്, നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഫ്യൂസുകൾ കണക്ട് ചെയ്യുമ്പോൾ
ആ ഫ്യൂസ് വയറിൻ്റെ എൻസ് അഗ്രങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കാൻ പാടില്ല. സർക്യൂട്ടിൽ പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ആ പോർസലൈൻ ബ്ലോക്കിൽ ഫ്യൂസ് വയർ കാരിയർ ഫിക്സ് ചെയ്ത് നമ്മൾ വെക്കും. അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ ഫ്യൂസ് വയർ കാരിയറിനുള്ളിൽ തന്നെ ആയിരിക്കും, അതിൻ്റെ അഗ്രങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ ഫ്യൂസ് വയർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെയാണ്? ആംബിയറേജ് എത്രയാണോ ആ ആംബിയറേജ് കൃത്യമായി വരുന്ന ഫ്യൂസ് വയർ വേണം ഉപയോഗിക്കാനായിട്ട്. ഫ്യൂസ് വയർ കാരിയറിൽ ഫ്യൂസ് വയർ കൃത്യമായി ഉറപ്പിച്ച് വെക്കണം, ശരിയായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. 3ാമത്തെ കാര്യം, അങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഫ്യൂസ് വയറിൻ്റെ എൻസ് ഒരിക്കലും കാരിയറിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടില്ല, അതകത്ത് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കിയത് ഇലക്ട്രിക് ഹീറ്റിംഗ് ഇഫക്റ്റ്, ഇലക്ട്രിക്കൽ എനർജിയുടെ ഹീറ്റിംഗ് ഇഫക്റ്റിൻ്റെ 2 ആപ്ലിക്കേഷൻസ് ആണ്. ഒന്ന് ഹീറ്റിംഗ് ഡിവൈസുകൾ, ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസുകൾ, രണ്ടാമത്തത് സേഫ്റ്റി ഫ്യൂസ്. ഈ 2 ആപ്ലിക്കേഷൻസ് ഞാൻ നോക്കിയിട്ടുണ്ട്, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിനായിട്ട് മനസ്സിലാക്കുക. അടുത്ത സെഷൻ നമുക്ക് ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ് പറയേണ്ടത്. ഒപ്പം ആംബിയറേജ്, ഗേജ് എന്നീ 2 കൺസെപ്റ്റുകൾ. ശരി.